200 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ഉത്സവം എങ്ങനെയാണ് കേരളത്തിന്റെ സാംസ്കാരിക ഐഡന്റിറ്റിയുടെ ഒരു ഭാഗമായത്? എന്താണ് ഇതിനെ പൂരങ്ങളുടെ പൂരം എന്ന് വിളിക്കാൻ കാരണം? തൃശ്ശൂർ പൂരം കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഒരു ആഘോഷമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിന്റെ പരമ്പരാഗത കലാരൂപങ്ങളുടെ ഒരു സമന്വയമാണ്. തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ ചരിത്രം ഏകദേശം 80 വർഷം മുമ്പാണ് തുടങ്ങുന്നത്. 1798 തൃശ്ശൂർ നഗരത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്ന കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ തമ്പുരാൻ അഥവാ ശക്തൻ തമ്പുരാൻ എന്ന മഹാരാജാവിന്റെ കാലം. അന്നത്തെ കാലത്ത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രോത്സവമായിരുന്നു ആറാട്ടുപുഴ പൂരം. തൃശ്ശൂരിന്റെ പരിസരത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം ആറാട്ടുപുഴയിലേക്ക് എഴുന്നള്ളിപ്പിന് പോകുമായിരുന്നു. പക്ഷേ 1798 ഒരു വർഷം കനത്ത മഴയെ തുടർന്ന് തൃശ്ശൂർ പ്രദേശത്തെ ക്ഷേത്രങ്ങൾക്ക് ആറാട്ടുപുഴയിൽ എത്താൻ കഴിഞ്ഞില്ല. ഇതുമൂലം അവർക്ക് ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ അനുവാദം നിഷേധിക്കപ്പെട്ടു. ഈ അവഗണന ക്ഷേത്ര അധികാരികളെ വല്ലാതെ വേദനിപ്പിച്ചു. അവർ ഈ വിഷയം ശക്തൻ തമ്പുരാന്റെ മുന്നിൽ അവതരിപ്പിച്ചു. ശക്തൻ തമ്പുരാൻ ഒരു ദീർഘവീക്ഷണിയായ ഭരണാധികാരി എന്ന നിലയിൽ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചു. അദ്ദേഹം തൃശ്ശൂരിലെ വടക്കനാഥ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് പരിസരത്തെ 10 ക്ഷേത്രങ്ങൾ ഒന്നിച്ച് ഒരു മഹോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. പാറമേക്കാവ്, തിരുവമ്പാടി, കണിമംഗലം, കാരമുക്ക്, ലാലൂർ, ചൂരക്കോട്ടുകാവ്, പനമുക്കമ്പിള്ളി, അയ്യന്തോൾ, ചെമ്പുക്കാവ്, നെയ്തലക്കാവ് എന്നിങ്ങനെ 10 ഭാഗക്കാർ. ഈ ഉത്സവമാണ് തൃശ്ശൂർ പൂരം. ഈ 10 ഭാഗക്കാർ എന്നും തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളികളാണ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിന്റെ ഹൃദയത്തിൽ തൃശ്ശൂർ നഗരത്തിൽ ലോകമെങ്ങും പ്രശസ്തമായ ഒരു മഹോത്സവത്തെക്കുറിച്ചാണ്. തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം മലയാളികളുടെ മനസ്സിൽ ഒരു വികാരമാണ്. ആനകളുടെ അലങ്കാരപ്പെട്ടും വെടിക്കെട്ടിന്റെ ആകാശ ദൃശ്യങ്ങളും പഞ്ചവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും താളലയവും കുടമാറ്റത്തിന്റെ വർണ്ണവിസ്മയവും ഇതെല്ലാം ചേർന്ന് തൃശ്ശൂർ പൂരം ഒരു സാംസ്കാരിക വിരുന്നാണ്. 200 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ഉത്സവം എങ്ങനെയാണ് കേരളത്തിന്റെ സാംസ്കാരിക ഐഡന്റിറ്റിയുടെ ഒരു ഭാഗമായത്? എന്താണ് ഇതിനെ പൂരങ്ങളുടെ പൂരം എന്ന് വിളിക്കാൻ കാരണം? ഇതിന്റെ പിന്നിലെ കഥകളും ആചാരങ്ങളും സമൂഹത്തിൽ ഇതിനുള്ള സ്ഥാനവും നമുക്ക് നോക്കാം. ശക്തൻ തമ്പുരാൻ തൃശ്ശൂർ പൂരത്തെ ഒരു ജനകീയ ഉത്സവമാക്കി മാറ്റി. അദ്ദേഹം പൂരത്തിന്റെ ചിട്ടയും ഘടനയും നിശ്ചയിച്ചു. ആനകളുടെ എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട്, പഞ്ചവാദ്യം, ചെണ്ടമേളം ഇവയെല്ലാം തൃശ്ശൂർ പൂരത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറി. ശക്തൻ തമ്പുരാന്റെ ഈ ദീർഘവേഷണം തൃശ്ശൂർ പൂരത്തെ കേരളത്തിന്റെ സാംസ്കാരിക മുഖമാക്കി മാറ്റി. തൃശ്ശൂർ പൂരം ഒരു ഹിന്ദു ക്ഷേത്രോത്സവമാണെങ്കിലും അത് കേരളത്തിന്റെ സാമൂഹിക ഐക്യത്തിന്റെ പ്രതീകമാണ്. ജാതി, മതം, വർഗം എന്നിവയ്ക്ക് അതീതമായി എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നു. തൃശ്ശൂർ നഗരത്തിന്റെ തെക്കിൻകോട് മൈതാനം പൂരദിനത്തിൽ ഒരു ജനസാഗരമായി മാറുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ ഈ മഹോത്സവത്തിന്റെ ഭാഗമാകാനെത്തുന്നു. തൃശ്ശൂർ പൂരം കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഒരു ആഘോഷമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിന്റെ പരമ്പരാഗത കലാരൂപങ്ങളുടെ ഒരു സമന്വയമാണ്. പഞ്ചവാദ്യവും ചെണ്ടമേളവും ഇലഞ്ഞിത്തറമേളം ഇവയെല്ലാം കേരളത്തിന്റെ തനതായ സംഗീത പാരമ്പര്യത്തിന്റെ പ്രതിനിധാനങ്ങളാണ്. കുടമാറ്റം, ആനകളുടെ അലങ്കാരം, നെറ്റിപ്പട്ടം ഇവയെല്ലാം കേരളത്തിന്റെ കലാസൗന്ദര്യത്തിന്റെ പ്രകടനങ്ങളാണ്. തൃശ്ശൂർ പൂരം ഒരു സമൂഹത്തിന്റെ ഐക്യത്തിന്റെ പ്രതീകം കൂടിയാണ്. പാറമേക്കാവും തിരുവമ്പാടിയും തമ്മിലുള്ള മത്സരം ഇതൊരു ആരോഗ്യപരമായ മത്സരമാണ്. വെടിക്കെട്ടിലും ആനകളുടെ എഴുന്നള്ളിപ്പിലും കുടമാറ്റത്തിലും ഇവർ പരസ്പരം മികവ് പുലർത്താൻ ശ്രമിക്കുന്നു. തൃശ്ശൂർ പൂരം ഒരു ദിവസത്തെ ഉത്സവമല്ല, ഇതൊരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. കൊടിയേറ്റവും സാമ്പിൾ വെടിക്കെട്ട്, പൂരവിളംബരം, ഇലഞ്ഞിത്തറമേളം, കുടമാറ്റം, മുഖ്യ വെടിക്കെട്ട്, പകൽ വെടിക്കെട്ട് ഇവയെല്ലാം തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാന ഘടകങ്ങളാണ്. തൃശ്ശൂർ പൂരത്തിന്റെ ഔദ്യോഗിക തുടക്കം കുറിക്കുന്നത് കൊടിയേറ്റത്തോടെയാണ്. പൂരത്തിന് 7 ദിവസം മുമ്പാണ് കൊടിയേറ്റം നടക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ചെറിയ വെടിക്കെട്ടോടു കൂടിയാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. പൂരദിനത്തിന്റെ തുടക്കം കുറിക്കുന്നത് പൂരവിളംബരമാണ്. നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പ് വഹിച്ചുകൊണ്ട് ഒരു ആന വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറക്കുന്നു. ഈ ചടങ്ങാണ് തൃശ്ശൂർ പൂരത്തിന്റെ ഔപചാരികമായ തുടക്കം. തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും ആകർഷകരമായ ഘടകങ്ങളിലൊന്നാണ് ഇലഞ്ഞിത്തറമേളം. വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഇലഞ്ഞിത്തറയിൽ നടക്കുന്ന ഈ ചെണ്ടമേളം 200-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു സംഗീത വിരുന്നാണ്. ചെണ്ട, കുഴൽ, കൊമ്പ്, ഇലത്താളം ഇവയുടെ സമന്വയം. പാറമേക്കാവും തിരുവമ്പാടിയും തമ്മിലുള്ള കുടമാറ്റം തൃശ്ശൂർ പൂരത്തിന്റെ വർണ്ണവിസ്മയമാണ്. ആനകളുടെ മുകളിൽ വർണ്ണാഭമായ കുടകൾ മാറ്റി മാറ്റി പ്രദർശിപ്പിക്കുന്ന ഈ ചടങ്ങ് കാണികളെ അത്ഭുതപ്പെടുത്തുന്നു. ചെണ്ടമേളത്തിന്റെ താളത്തിനൊപ്പം കുടകൾ മാറ്റുന്ന ഈ കാഴ്ച കേരളത്തിന്റെ കലാസൗന്ദര്യത്തിന്റെ ഒരു പ്രകടനമാണ്. തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും ആകർഷകമായ ഘടകം വെടിക്കെട്ടാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പിന്നീട് സംസാരിക്കാം. പകൽപൂരവും ഉപചാരം ചൊല്ലിപ്പിരിയലും. പൂരത്തിന്റെ അവസാന ദിനം പകൽപൂരം നടക്കുന്നു. പാറമേക്കാവും തിരുവമ്പാടിയും തമ്മിലുള്ള അവസാനത്തെ എഴുന്നള്ളിപ്പ്, പകൽ വെടിക്കെട്ട്, ഒപ്പം ഉപചാരം ചൊല്ലിപ്പിരിയൽ ഇവയോടെ തൃശ്ശൂർ പൂരം അവസാനിക്കുന്നു. തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഘടകം വെടിക്കെട്ടാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ വെടിക്കെട്ട് കാണാൻ തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനത്ത് എത്തുന്നു. തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് വെറുമൊരു പടക്കം പൊട്ടിക്കൽ മാത്രമല്ല, അതൊരു കലാരൂപമാണ്, ഒരു സാംസ്കാരിക പ്രകടനമാണ്. തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ ചരിത്രം ഏകദേശം 80 വർഷം മുമ്പാണ് തുടങ്ങുന്നത്. 1940-കളിൽ തൃശ്ശൂർ പൂരം കമ്മിറ്റിയിലെ ഒരു അംഗം മദ്രാസിലെ പാർക്ക് ഫെയർ എക്സിബിഷനിൽ ചൈനീസ് വെടിക്കെട്ട് കണ്ട് പ്രചോദിതനായി. അവിടെ നിന്ന് ചൈനീസ് വെടിക്കെട്ട് ഇനങ്ങളെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു. ഈ വെടിക്കെട്ട് തൃശ്ശൂർ ജനതയുടെ ഭാവനയെ പിടിച്ചു കുലുക്കി. പിന്നീട് തദ്ദേശീയ കുടുംബങ്ങൾ ഈ വെടിക്കെട്ടിന്റെ കലയെ സ്വന്തമാക്കി. ഇതിനെ ഒരു വലിയ വ്യവസായമാക്കി മാറ്റി. വെടിക്കെട്ട് തൃശ്ശൂർ പൂരത്തിന്റെ ആകർഷണമാണെങ്കിലും അത് വിവാദങ്ങളിൽ നിന്നും മുക്തമല്ല. 2016 കൊല്ലം പൂറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വെടിക്കെട്ട് അപകടത്തിൽ 111 പേർ മരിച്ചത് വെടിക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചു.
2024 കേന്ദ്ര സർക്കാർ വെടിക്കെട്ടിന്റെ സുരക്ഷാ ദൂരം 100 മീറ്ററാക്കി ഉയർത്തിയത് തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിനെ ബാധിച്ചു. തേക്കിൻകാട് മൈതാനത്ത് 45 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എന്നതിനാൽ ഈ നിയന്ത്രണം പൂരത്തിന്റെ പാരമ്പര്യത്തെ തന്നെ ചോദ്യം ചെയ്തു. എന്നിരുന്നാലും തൃശൂർ പൂരം കമ്മിറ്റിയും രാഷ്ട്രീയ നേതാക്കളും ഈ നിയന്ത്രണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി പൂരത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കാൻ ഇന്നും ശ്രമിക്കുന്നു. സുഹൃത്തുക്കളെ, തൃശൂർ പൂരം കേരളത്തിന്റെ ഹൃദയമാണ്. ഇത് നമ്മുടെ സാംസ്കാരിക ഐഡന്റിറ്റിയുടെ, ഐക്യത്തിന്റെ, വൈവിധ്യത്തിന്റെ ഒരു ആഘോഷമാണ്. നമുക്ക് ഈ പൈതൃകം സംരക്ഷിക്കാം, ഇതിന്റെ ആത്മാവ് ഉയർത്തിപ്പിടിക്കാം. ഈ വീഡിയോ തൃശൂർ പൂരത്തിന്റെ ഒരു ചെറിയ ദൃശ്യമാണ്. ഇനി നിങ്ങളുടെ ഊഴമാണ്. പൂരത്തിന്റെ കഥ നിങ്ങളുടെ സുഹൃത്തുക്കളോട്, കുടുംബാംഗങ്ങളോട് ഒക്കെ പങ്കുവെക്കുക. ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. നമുക്ക് ഒരുമിച്ച് തൃശൂർ പൂരത്തിന്റെ മാത്രം ലോകത്തോട് പറയാം. ഈ വീഡിയോ കണ്ടതിന്, നിങ്ങളുടെ വലിയേറെ സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. തൃശൂർ പൂരം നമ്മുടെ ഹൃദയത്തിൽ എന്നും ജ്വലിച്ചു നിൽക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.